ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഒരു ഗുണങ്ങളിലൊന്നാണ് ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകണം. എന്നോട് ഒരു ചേട്ടായി വന്നിട്ട് പറയുമായിരുന്നു, അച്ഛാ ഇന്നലെ എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ വിവാഹമായിരുന്നു. കല്യാണത്തിന് ഒത്തിരി തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രിയായപ്പോൾ അമ്മാവന്മാരും കൂട്ടുകാരൊക്കെ മദ്യം നീട്ടി. ചേട്ടൻ പറഞ്ഞു, നോ, എനിക്കത് വേണ്ട. അതൊരു ഉണർവുള്ളൊരു ആത്മാവിൻ്റെ ഒരു തീരുമാനമാണ് അത്. നമ്മൾ ബൈബിളിൽ വായിക്കുമല്ലോ, നമ്മുടെ പൂർവ്വ യൗസേപ്പ് പോത്തിഫറിൻ്റെ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനായപ്പോൾ പോത്തിഫറിൻ്റെ ഭാര്യ വ്യഭിചാരം ചെയ്യാൻ അവനെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു നോ. ഇങ്ങനൊരു ആത്മീയ ഉണർവ് അല്ലെങ്കിൽ ഒരു ആത്മീയ ജാഗ്രത നമ്മളെല്ലാവരും കാണിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെയധികം അത്യാവശ്യമാണ്. എന്നോട് എൻ്റെ ഇടവകയിലുള്ളൊരു ചേട്ടൻ പറയുമായിരുന്നു, വെച്ചാൽ പണ്ടത്തെ പോലെയൊന്നല്ല, ഇന്ന് ഭയങ്കര പാടാ വിശുദ്ധിയിൽ ജീവിക്കാൻ. ജോലി സ്ഥലത്ത് എന്തോരം പ്രലോഭനങ്ങളാച്ച, നമ്മുടെ സമൂഹത്തിൽ എന്തോരം പ്രലോഭനങ്ങളാച്ച, മദ്യപാനവും ജടികമായ പാപങ്ങളും മയക്കുമരുന്നും കഞ്ചാവും എല്ലാം ഉണ്ടച്ച, പാപം ചെയ്യാൻ 1000 അവസരങ്ങളാച്ച, വിശുദ്ധിയിൽ ജീവിക്കാൻ ഒത്തിരി പാടാച്ച ആണ്. ഇന്ന് ഉണർവ് വേണം, നമുക്കൊരു ഉണർവ് വേണം. അതുകൊണ്ടല്ലേ ലൂക്ക 22:46 പറയുമല്ലോ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അണ്ടർലൈൻ. നിന്റെ പ്രാർത്ഥനയാണ് ഉണർന്നിരിക്കാൻ നിന്നെ സഹായിക്കുക. എത്രമാത്രം പ്രാർത്ഥന നിന്റെ ആത്മാവിലുണ്ടോ അത്രമാത്രം പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. ഞാനുണ്ടല്ലോ പ്രാർത്ഥനയെ ഈ മൊബൈൽ ചാർജ് ചെയ്തില്ലേ, അതിനോടാണ് ഉപമിക്കുക. ചാർജ് എത്രമാത്രം നമ്മുടെ ഉള്ളിലുണ്ട് അത്രമാത്രം സാത്താനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. ചാർജ് ഇല്ലാത്ത മൊബൈൽ പോലെയാണ് നമ്മുടെ ആത്മാവെങ്കിൽ എല്ലാ പൈശാചിക അരൂപികളും നമ്മളിലൂടെ കയറി ഇറങ്ങിപ്പോകും. നമ്മൾ ചാർജായിട്ട് നിൽക്കണം, ഉണർന്നിരിക്കണം. അതുകൊണ്ടല്ലേ 10 കന്യകമാരുടെ ഉപമയിൽ 5 വിവേകരഹിതരും 5 പേര് വിവേകമതികളുമായിരുന്നു. ആ വിവേകരഹിതരായവരെ എണ്ണ കരുതിയില്ല, വിവേകമതികളാണെങ്കിൽ എണ്ണ കരുതി അവർ ചാർജായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം മണവാളം വന്നപ്പോൾ ആ വിരുന്നിലേക്ക് പ്രവേശിക്കാനായിട്ട് അവർക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളതാണ്. നീ ഉണർന്നിരിക്കുന്ന ഒരാളാണോ? കുമ്പസാരിച്ച് ഉണർന്നിരിക്കുക, ജപമാലകൾ ചൊല്ലി ഉണർന്നിരിക്കുക, ദൈവവചനം വായിച്ച് ഉണർന്നിരിക്കുക, കരണക്കൊന്തകൾ ചൊല്ലി നീ ഉണർന്നിരിക്കുക, ഈശോയോട് ചേർന്ന് നീ ഉണർന്നിരിക്കുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ആത്മീയമായി ഉണർന്നിരിക്കാൻ കൃപ നൽകണമേ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും.